നമ്മൾ ചില സമയത്ത് PC യൂസ് ചെയ്യുമ്പോൾ ഹാങ് ആയിട്ട് തോന്നാറുണ്ടല്ലേ. ഇതിനൊരു ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് 6 പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ Windows 6 പ്രസ് ചെയ്യുക. അപ്പോൾ റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഓണായി വരും. അവിടെ sysdm.cpl എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ജസ്റ്റ് അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്തതിന് ശേഷം അഡ്വാൻസിനകത്ത് വരിക. പെർഫോമൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് സെറ്റിങ്സ് എന്ന് പറഞ്ഞതിനകത്ത് കൊടുത്തതിന് ശേഷം അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഓണാക്കി കൊടുക്കുക. ഞാൻ ഓൾറെഡി തന്നെ തംബ്ലൈൻസ് സ്പീക്ക് ഓക്കെ. അതിനുശേഷം അപ്ലൈ ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കുക. അതിനുശേഷം വിൻഡോസിൻ്റെ സ്റ്റാർട്ട് ഐക്കണിൽ വരിക. എന്നിട്ട് സെറ്റിങ്സിൽ പോവാം. അവിടെ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം നേരെ താഴെ കളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രാൻസ്പെറൻസി എഫക്ട്സ് എന്ന് പറഞ്ഞ സാധനം ഓഫ് ചെയ്യാം. നമ്മുടെ സിസ്റ്റം കുറച്ചും കൂടി ഒരു സ്പീഡായി കിട്ടും. ഓക്കെ, ഓൾറെഡി നമ്മൾ ക്രോം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ക്രോം യൂസ് ചെയ്തിട്ടില്ലെങ്കിലും സിസ്റ്റത്തിൻ്റെ റാം ക്രോം നല്ലപോലെ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഡിസേബിൾ ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിൽ പോയിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് വന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ റണ്ണിങ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് വെൻ ഗൂഗിൾ ക്രോം ഈസ് ക്ലോസ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സിസ്റ്റത്തിന് നല്ലൊരു വ്യത്യാസം വരും അതിൻ്റെ സ്പീഡിൽ. ഇങ്ങനെ നമുക്ക് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.